ഞങ്ങൾ എത്രയോ സൗഭാഗ്യത്തിനുടമയായിരുന്നാലും ഞങ്ങൾ ആരായി ജീവിച്ചാലും ഞങ്ങളുടെ പേരുകൾ മാറിപ്പോയി, പെരുമകൾ മാറിപ്പോയി, സ്വത്തുകൾ കൈമാറിപ്പോയി, ഭാര്യയെ വിധവയാക്കി വിട്ടു, മക്കൾ അനാഥരായി മാറി. ഞങ്ങളുടെ കയ്യിൽ കിടന്ന വാച്ചുകൾ അഴിച്ചു മാറ്റുന്ന റബ്ബേ, ഞങ്ങളുടെ മോതിരങ്ങൾ അഴിച്ചു മാറ്റുന്ന റഹ്മാനെ, ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഊരി മാറ്റി ഞാൻ നഗ്നരായി കിടക്കുന്നു. പട്ടാളക്കാരനെയും അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജനാധിപതിയായാലും ലോകത്ത് ആരായിരുന്നാലും ശരി, ആ മനുഷ്യൻ അക്കനായി കിടത്തേണ്ട സ്ഥിതിയാണല്ലോ. മൂന്ന് കഷ്ണം തുണിയിൽ 3 കെട്ടും കെട്ടിക്കൊണ്ട് ഞങ്ങളെ കെട്ടിലേക്ക് വരുന്നത് ഈ വീട്ടിലാണല്ലോ. നിന്റെ ഈ പള്ളിയിൽ 5 മുതലും എന്ന് വിളിക്കുന്ന പള്ളിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവയ്ക്കും. എന്നും ഫലായെന്നും പറയുമ്പോൾ മറുപടി പറയാതെ ധിക്കാരമായി നിറയുണർന്നു പോയ ചെറുപ്പക്കാരികളെന്ന് ആലോചിക്കണേ സഹോദരങ്ങളെ. എന്നെയും നിങ്ങളെയും സ്വന്തക്കെട്ടിന്റെ ബെൻസ് കാറിൽ എന്നെ നിങ്ങളെ ഇന്നോവെന്നും താഴേക്ക് മാറ്റിയിറക്കി ആ കാറിന്റെ ഉടമസ്ഥൻ ചാവി മക്കൾ പിടിച്ചു വാങ്ങിയിട്ട് മാപ്പകളുടെ റൂം പിറ്റേ മുതൽ മകന്റെ വീഡിയോയുടെ റൂമാക്കി മാറ്റി, അല്ലെങ്കിൽ ഉമ്മ കണ്ണ റൂമിനെ ഉപ്പ കണ്ണ റൂമിനെ മകന്റെ സ്റ്റഡി റൂമാക്കി മാറ്റിയിട്ട് ഇനി നിങ്ങളെയും പറഞ്ഞേക്കുന്നറിയുമോ? കൊട്ടാരത്തിലേക്കല്ല, രാജ്ഭവനിലേക്കല്ല, നിയമസഭയിലേക്കല്ല സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങളെ കൊണ്ടുവയ്ക്കുന്നത് ഈ പള്ളിക്കാട്ടിലാണ്. റബ്ബറുകളും ആനിലകളും പൂച്ചെടികളും നടക്കുന്ന കണ്ടില്ലേ? അങ്ങോട്ടും നോക്കാം, നമുക്ക് അവരോട് സംസാരിച്ച് നോക്കാം. ദയനീയമായി പറയും, മക്കളെ സമയം പാഴാക്കല്ലേ, സമയം പാഴായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയും. മഹാനാലി ഒരു കബറെടുക്കൽ നിന്നുകൊണ്ട് കല്ലുകൊണ്ട് ദുആ ചെയ്തപ്പോൾ ആ കബറാൾ ഇബ്നു അലിയെ സമയം പാഴാക്കാതെ ഇബാദത്ത് ചെയ്യണേ അലിയെ, 2 റക്അത്ത് നമസ്കാരത്തെ മഹത്വങ്ങൾ അറിഞ്ഞിരിക്കുന്നു അലിയെ. സുബ്ഹാനല്ലാഹ്, ആ ഭജനങ്ങൾ മനസ്സിലാക്കിയ അലിയെ, അല്ലാഹു അക്ബറിന്റെ മഹത്വം മനസ്സിലാക്കിയ അലിയെ, സ്വലാത്തിന്റെ മഹത്വങ്ങൾ അറിഞ്ഞു പോയ അലിയെ, അതിനുപരി മറ്റു മറുഭാഗത്ത് തെറ്റിന്റെ കുറ്റങ്ങൾ വിഷമം അറിഞ്ഞു പോയി അലിയെ. തെറ്റുകൾ ചെയ്യാതെ സദാസമയം ദിക്ർ ചെയ്യാൻ നിങ്ങൾ സജ്ജമാകും അലിയെന്ന് കബറാൾ ഉപദേശിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട മോമിനികളാണ് നിങ്ങൾ ആലോചിക്കണേ.